നിങ്ങൾ എന്തായാലും ആനന്ദ് അംബാനി അതുപോലെ രാധിക മെർച്ചന്റ് പ്രീ വെഡിങ് ന്യൂസ് അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? 1200-ലധികം ആളുകളായിരുന്നു. അപ്പൊ ആരൊക്കെയാണ് വന്നതെന്നുള്ളതൊക്കെ നമുക്കറിയാലേ. റിഹാന, മാർക്ക് സുക്കർബർഗ്, ബിൽ ഗേറ്റ്സ്, ഒരുപാട് ബോളിവുഡ് സ്റ്റാർസ്, വലിയ ബിസിനസ്സുകാരൊക്കെ. പക്ഷെ എന്തിനാണ് മാർക്ക് സുക്കർബർഗ്, ബിൽ ഗേറ്റ്സ് അതുപോലെ ബാക്കിയുള്ള ബിസിനസ് മുതലാളിമാരൊക്കെ? ഇത് ഡാവോസ് വേൾഡ് ഇക്കണോമിക് മീറ്റ് വല്ലതാണോ? അപ്പൊ ഇത്രയും വലിയ ബിസിനസ് വമ്പന്മാര് ലൈക്ക് മാർക്ക് സുക്കർബർഗ്, അദാനി, ബിൽ ഗേറ്റ്സ് ഒക്കെ പ്രീ വെഡിങ്ങിന് കാണുമ്പോൾ ഇതെന്തോ ഒരു നെറ്റ്വർക്കിംഗ് ഇവന്റ് അല്ലേ എന്ന് നമ്മളൊന്ന് തെറ്റിദ്ധരിച്ചു പോകും. തമാശയ്ക്ക് പറഞ്ഞാണ് ഇത് അവരുടെ സ്നേഹത്തിന്റെ ഒരു ആഘോഷം മാത്രമാണ്. അപ്പോൾ അവരുടെ ബിസിനസ് കണക്ഷൻ ഉള്ളവരും ആ ഒരു ആഘോഷത്തിൽ പങ്കുചേർന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളോട് ഇവിടെ വേറൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. നിങ്ങൾ ജിയോ സിം നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ റിലയൻസ് റീറ്റെയിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും വാങ്ങുന്നുണ്ടോ? ഇപ്പം റിലയൻസ് എല്ലായിടത്തും ഉണ്ട്. ഇപ്പം ഡിസ്നി ആയിട്ട് ചേർന്നിട്ട് എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിലേക്ക് അവർ വരുവാണ്. പക്ഷേ അവർ നിശബ്ദമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വേറൊരു മേഖലയുണ്ട്. അതാണ് ഫൈനാൻസ്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, റിലയൻസ് നിങ്ങൾ എത്ര ഇടപെട്ടാണ് നിങ്ങൾ സാധനങ്ങൾ വാങ്ങാറുള്ളതെന്ന്. ജിയോ മാർട്ടിൽ നമ്മൾ ഗ്രോസറി വാങ്ങാറുണ്ട്, അജിയോ നമ്മൾ ഡ്രസ്സ് വാങ്ങാറുണ്ട്, റിലയൻസ് ഡിജിറ്റലിൽ നിന്ന് ഇലക്ട്രോണിക്സ് നമ്മൾ വാങ്ങാറുണ്ട്. ഈവൻ നമ്മൾ ഫോണ് ചിലപ്പം ജിയോ പ്ലാൻ ആവും നമുക്കുള്ളത്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളിപ്പോൾ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഷോപ്പിംഗ് എളുപ്പമാക്കാനായിട്ട് റിലയൻസ് നിങ്ങൾക്ക് ഓൺ ദി സ്പോട്ട് ഫൈനാൻസ് ഓഫർ ചെയ്യുകയാണെങ്കിലോ? ഇപ്പം തന്നെ നിങ്ങൾ ഗസ് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ജിയോ ഫൈനാൻഷ്യൽ സർവീസസിനെ കുറിച്ചാണ്. ഇപ്പോൾ മാർക്കറ്റ് ക്യാപ്പിൽ 3rd ലാർജസ്റ്റ് NBFC ആണ്. ഇപ്പോൾ 2023 ജിയോ സർവീസസും റിലയൻസ് ഇൻഡസ്ട്രീസും ഡീമേർജ് ചെയ്തു. അതിനുശേഷം 7th മാർച്ച് 2024 പ്രകാരം ജിയോ ഫൈനാൻഷ്യൽ സർവീസസ് 24.56% അബ്സല്യൂട്ട് റിട്ടേൺസ് ഓഫർ ചെയ്തിട്ടുണ്ട്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ജിയോ സർവീസസിനെ കുറിച്ചായിരിക്കും നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇപ്പോൾ കമ്പനിയുടെ ബിസിനസ് മോഡൽ നമ്മൾ നോക്കുന്നതായിരിക്കും, അവരുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും നമ്മൾ നോക്കുന്നുണ്ട്, അതുപോലെ തന്നെ കോമ്പറ്റേറ്റേഴ്സ് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ പലതും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അതിനു മുമ്പ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഇന്നത്തെ വീഡിയോ ഇതൊരു ബയോ സെൽ റെക്കമെൻഡേഷൻ അല്ല, ഇത് നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷൻ പർപ്പസിനാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേയ്സ് വീഡിയോ. ജിയോ ഫൈനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡിനെ ഷോർട്ടായിട്ട് നമ്മൾ JFS എന്ന് പറയും. അപ്പോൾ ഇത് റിലയൻസ് ഇൻഡസ്ട്രിയുടെ സബ്സിഡറി ആണ്. 1999 റിലയൻസ് സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലാണ് ഇത് തുടങ്ങുന്നത്. പിന്നെ പലപ്പോഴായിട്ട് പേര് മാറ്റിയിട്ടുണ്ട്. ഫൈനലി 2023 ജിയോ ഫൈനാൻഷ്യൽ സർവീസ് ലിമിറ്റഡ് എന്ന പേരിലേക്ക് എത്തി. ജിയോ ഫൈനാൻഷ്യൽ സർവീസസ് എന്ന് പറഞ്ഞാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് രജിസ്റ്റേർഡ് ആയിട്ടുള്ള നോൺ ഡിപ്പോസിറ്റ് ടേക്കിംഗ് NBFC ആണ്. അപ്പോൾ ജിയോ ഫൈനാൻഷ്യൽ സർവീസസ് എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സ് ആയിട്ട് ഡയറക്ട്ലി ഡീൽ ചെയ്യുന്ന പല കമ്പനികളുടെ പാരന്റ് കമ്പനിയാണ്. അപ്പോൾ ഇതിൽ വരുന്നതാണ് ജിയോ ഫൈനാൻസ് ലിമിറ്റഡ്, ജിയോ ഇൻഷുറൻസ് ബ്രോക്കിംഗ് ലിമിറ്റഡ്, ജിയോ പേയ്മെന്റ് സൊല്യൂഷൻസ് ലിമിറ്റഡ്, അതുപോലെ തന്നെ ജിയോ പേയ്മെന്റ് ബാങ്ക് ലിമിറ്റഡ്. അപ്പോൾ വീഡിയോ മുന്നോട്ടേക്ക് പോകുമ്പോൾ സബ്സിഡറീസിനെ കുറിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ നമ്പേഴ്സിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ JFSന് 1.2 ലക്ഷം കോടിയുടെ നെറ്റ്വർത്തോടെ ഒരു സോളിഡ് ഫൗണ്ടേഷൻ ആണ് ഉള്ളത്. ആനുവൽ ജനറൽ മീറ്റിംഗിൽ അംബാനി JFSന് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇൻഫോർമൽ അതുപോലെ തന്നെ കുറഞ്ഞ സേവനം നൽകുന്നതുമായ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ വലിയൊരു ഭാഗത്തിന് സാമ്പത്തിക സേവനങ്ങളുടെ വിടവ് നികത്താനുള്ള ഒരു മാർഗമായിട്ടാണ് അദ്ദേഹം JFSനെ കാണുന്നതെന്ന്. JFSന് ഫൈനാൻഷ്യൽ സർവീസിൽ വലിയൊരു ഭാഗം നേടിയെടുക്കണമെന്നാണ്. അപ്പോൾ ഒന്നിൽ നിന്ന് വളർന്നുയരാനും അതുപോലെ തന്നെ സ്മാർട്ട് അക്വിസിഷൻ വഴി വളർന്നുയരാനുമാണ് അവർ നോക്കുന്നത്. അപ്പോൾ അവർക്ക് നീറ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ ബിസിനസിനും അവരുടേതായ CEO. ഏതൊരു പുതിയ ഇൻഡസ്ട്രിയിലേക്ക് അവർ കയറുമ്പോഴും അവർക്ക് അവരുടേതായ ഒരു നാക്ക് ഉണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ഇളക്കി മറിക്കാൻ. അപ്പോൾ നിങ്ങൾ ഓർക്കുന്നില്ലേ 2016 ജിയോയ്ക്കൊപ്പം ടെലികോമിലേക്ക് വന്നത്? അപ്പോൾ അവരുടെ പ്രൈസിംഗ് വെച്ചിട്ട് മാർക്കറ്റ് അവർ തല കീഴിയായിട്ടാണ് മറിച്ചത്. ഈവൻ ഏഷ്യയിലെ ടോപ്പ് മാംഗോ എക്സ്പോർട്ടറായി അവരുടെ ജാംനഗർ റിഫൈനറി കോംപ്ലക്സിൽ മാംഗോസ് വളർത്തിക്കൊണ്ട്. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്, റിലയൻസ് പോലത്തെ ഇത്രയും വലിയൊരു വമ്പൻ കമ്പനിക്ക് ഫൈനാൻഷ്യൽ സർവീസ് സെക്ടർ അവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല, ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. പക്ഷെ അവരുടെ ട്രാക്ക് റെക്കോർഡ് വെച്ചിട്ട് അവർ ഇതിന് തയ്യാറാണ്. ഇനി നമുക്ക് കമ്പനിയുടെ ബിസിനസ് സെഗ്മെന്റ്സ് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ JFS ഒരു പബ്ലിക്കലി ലിസ്റ്റഡ് കമ്പനിയാണ്. അപ്പൊ ഈ ഒരു കമ്പനികളുടെ എല്ലാം ഹോൾഡിംഗ് കമ്പനിയാണ്. അപ്പം നമുക്ക് ഈ ഒരു ബിസിനസ് സെഗ്മെന്റ് ഒക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ആദ്യം നമുക്ക് ജിയോ ഫൈനാൻസ് ലിമിറ്റഡ് നമുക്ക് നോക്കാം. അപ്പോൾ ജിയോ ഫൈനാൻസ് വേൾഡിലേക്ക് ശരിക്കും കുതിച്ചുയരുകയാണ്. ഇപ്പോൾ റീറ്റെയിൽ അതുപോലെ ബിസിനസ് സെഗ്മെന്റുകൾക്കായിട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ മുഴുവൻ ശ്രേണിയും അവർക്ക് ലഭിച്ചു. ഈ അടുത്തിടെ കൺസ്യൂമർ ഗുഡ്സ് അതുപോലെ റീറ്റെയിൽ കൺസ്യൂമേഴ്സിന്റെ പേഴ്സണൽ നീഡ്സിനായിട്ട് ലോണുകൾ പുറത്തിറക്കി. സ്വയം തൊഴിൽ ചെയ്യുന്ന വ്യക്തികൾക്കും അതുപോലെ തന്നെ ചെറുകിട ബിസിനസ്സുകൾക്കും അനുയോജ്യമായിട്ടുള്ള ബിസിനസ് ലോണുകൾ നൽകാൻ ജിയോ ഫൈനാൻസ് തയ്യാറെടുക്കുകയാണ്. കൂടാതെ അവർ വാഹന വായ്പകൾക്കും ഭവന വായ്പകൾക്കും ഓഹരിക്കെതിരായിട്ടുള്ള വായ്പകൾക്ക് കടക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വ്യാപാരികൾക്ക് ജിയോ ഫൈനാൻസിൽ സ്പെഷ്യൽ ആയിട്ട് കുറച്ചുണ്ട്. അതാണ് മെർച്ചന്റ് ട്രേഡ് ക്രെഡിറ്റ് ഫെസിലിറ്റി.
ഇപ്പോൾ B2B ഹോൾസെയിൽ സ്പേസിൽ രജിസ്റ്റർ ചെയ്തേക്കുന്ന ജിയോമാർട്ട് പാർട്ട്ണർ മെർച്ചൻസിന് മാത്രമായിട്ടുള്ള ഒരു ക്രെഡിറ്റ് ലൈനാണിത്. ഇനി ഈ ഒരു ബിസിനസ്സിലെ കോമ്പറ്റേറ്റേഴ്സ് വരുന്നത് ബജാജ് ഫൈനാൻസ് ലിമിറ്റഡ്, ടാറ്റ ക്യാപിറ്റൽ ഫൈനാൻഷ്യൽ സർവീസസ് ഒക്കെയാണ്. ഇനി നമുക്ക് ജിയോ ഇൻഷുറൻസ് ബ്രോക്കിംഗ് ലിമിറ്റഡ് നമുക്ക് നോക്കാം. റീറ്റെയിൽ അതുപോലെ കോർപ്പറേറ്റ് കസ്റ്റമേഴ്സിനായിട്ട് കമ്പനി നീഡ് ബേസ്ഡ് അതുപോലെ കസ്റ്റമൈസ്ഡ് ഇൻഷുറൻസ് സൊല്യൂഷൻസ് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പം നിങ്ങളിപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കോർപ്പറേറ്റ് ആയിക്കോട്ടെ, അവർക്ക് 27 ഇൻഷുറൻസ് ഫേംസ് ആയിട്ട് പാർട്ട്ണർഷിപ്പ് ഉണ്ട്. സോ നിങ്ങൾക്ക് എല്ലാം ലഭിക്കും. അതായത് ജനറൽ ഇൻഷുറൻസ് മുതൽ ലൈഫ് ഇൻഷുറൻസ്, ഓട്ടോ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ. ഇപ്പോൾ കോർപ്പറേറ്റ് സൊല്യൂഷൻസും ഉണ്ട് അവർക്ക്, അതുപോലെ തന്നെ എംപ്ലോയീസിനുള്ള ബെനിഫിറ്റ്സും. ഇനി ഈ ഒരു ബിസിനസ്സിലെ കോമ്പറ്റേറ്റേഴ്സ് വരുന്നത് LIC, HDFC ലൈഫ് ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് ഒക്കെയാണ്. അടുത്തത് ജിയോ പേയ്മെന്റ് ബാങ്ക്സ് ആണ്. ഇപ്പോൾ ഇൻഡിവിജ്വൽ അതുപോലെ തന്നെ ചെറിയ ബിസിനസ്സുകൾക്കായിട്ട് ഡിജിറ്റൽ പേയ്മെന്റ് ബാങ്കിങ് സൊല്യൂഷൻസ് നൽകുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ഡിജിറ്റൽ ബാങ്ക് റിലയൻസ് ഇൻഡസ്ട്രീസ് അതുപോലെ SBI തമ്മിലുള്ള ജോയിന്റ് വെഞ്ചർ ആണ് 2016 തൊട്ട്. അപ്പോൾ ഈ ഒരു എഗ്രിമെന്റ് കീഴിൽ ബാങ്ക് പലതരത്തിലുള്ള ബേസിക് ബാങ്കിങ് സർവീസസ് ഡിജിറ്റലി നൽകുന്നുണ്ട്. ലൈക്ക് സേവിങ്സ്, അതുപോലെ കറന്റ് അക്കൗണ്ട് നൽകുന്നത്, ആധാർ എനേബിൾഡ് പേയ്മെന്റ് സർവീസസ്, അതുപോലെ പലതരത്തിലുള്ള ബാങ്കിങ് സർവീസ് ട്രാൻസാക്ഷൻസ് ലൈക്ക് UPI, NEFT, IMPS, RTGS ഒക്കെ. ഇനി ഈ ഒരു ബിസിനസ് സെഗ്മെന്റിൽ വരുന്ന കുറച്ച് കോമ്പറ്റേറ്റേഴ്സ് ആണ് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ്സ് ബാങ്ക് ലിമിറ്റഡ്, എയർടെൽ പേയ്മെന്റ്സ് ബാങ്ക് ലിമിറ്റഡ് ഒക്കെ. ഇനി അടുത്തത് ജിയോ പേയ്മെന്റ് സൊല്യൂഷൻ ലിമിറ്റഡ്. അപ്പോൾ കമ്പനി വ്യാപാരികൾക്കായിട്ട് പേയ്മെന്റ് പ്ലാറ്റ്ഫോംസ് നൽകുന്നുണ്ട്. അപ്പോൾ പേയ്മെന്റ് അക്സെപ്റ്റ് ചെയ്യാൻ മാത്രമല്ല കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാനും അതുപോലെ തന്നെ അവരെ നിലനിർത്തിക്കൊണ്ട് പോകാനും ഇത് സഹായിക്കും. അപ്പോൾ ഇവർ പേയ്മെന്റ് അഗ്രിഗേറ്റർ ബിസിനസ്സിലാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ വലിയ ബിസിനസ്സുകൾക്കൊക്കെ ട്രാൻസാക്ഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. പിന്നെ ചെറിയ വ്യാപാരികൾക്കൊക്കെ അവരുടെ പേയ്മെന്റ് ഗേറ്റ്വേ അതുപോലെ UPI വഴിയും. ഇപ്പം ജിയോന്റെ UPI ആപ്സ് ഒക്കെ സൗകര്യപ്രദമാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ റീചാർജ് ചെയ്യാം, ബില്ലുകൾ അടയ്ക്കാം, ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യാം, ഈവൻ ട്രാവൽ ടിക്കറ്റ്സ് വരെ ബുക്ക് ചെയ്യാം. ഇപ്പോൾ വ്യാപാരികൾക്കായിട്ട് പലതരത്തിലുള്ള പേയ്മെന്റ് ടൂൾസ് നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഫിസിക്കൽ സ്റ്റോറിലാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് പേയ്മെന്റ് ചെയ്യാം, അല്ലെങ്കിൽ പോയിന്റ് ഓഫ് സെയിൽ ഡിവൈസ് വഴി അല്ലെങ്കിൽ പേയ്മെന്റ് ഗേറ്റ്വേ വഴി നിങ്ങൾക്ക് ഓൺലൈൻ ചെയ്യാം. ഇപ്പോഴത്തെ റീസെന്റ് അപ്ഡേറ്റ് പ്രകാരം ജിയോ പേയ്മെന്റ് സൗണ്ട് ബോക്സ് മാർക്കറ്റിലേക്ക് ബിസിനസ് ചെയ്യാൻ സെറ്റാണ്. അപ്പോൾ ഇത് മുമ്പ് പേടിഎം അതുപോലെ ഫോൺ പേ ഡോമിനേറ്റ് ചെയ്ത സ്പേസ് ആണ്. ഇപ്പോൾ റിലയൻസ് റീറ്റെയിൽ ഔട്ട്ലെറ്റ്സിൽ 8 മുതൽ 9 മാസം ട്രയൽ ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ സ്പെഷ്യലിസ്റ്റ് വിചാരിക്കുന്ന ഈ സൗണ്ട് ബോക്സ് ഒരു റിലയബിൾ ഇൻകം സോഴ്സ് ആയിരിക്കുമെന്നാണ്. അപ്പോൾ വാങ്ങിക്കഴിഞ്ഞാൽ ഡിവൈസിന് നമ്മളൊരു ഇനീഷ്യൽ ഫീ നമ്മൾ ചാർജ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഓരോ മാസം സർവീസിനായിട്ട് നമ്മൾ മന്ത്ലി റെന്റ് അടയ്ക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ റിലയൻസ് അവരുടെ അക്വിസിഷൻ അതുപോലെ പാർട്ട്ണർഷിപ്പിന്റെ പേരിൽ അറിയപ്പെടുന്നതാണ് എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അവരിപ്പോൾ ഈ ലോകത്തെ ഏറ്റവും വലിയ അസറ്റ് മാനേജ്മെന്റ് കമ്പനിയായ ബ്ലാക്ക് റോക്ക് ആയിട്ട് പാർട്ട്ണർഷിപ്പ് ചെയ്യാൻ പോവാണ്, 50:50 ജോയിന്റ് വെഞ്ചർ. ഇനി നമുക്ക് ലാസ്റ്റ് ബിസിനസ് സെഗ്മെന്റിലേക്ക് പോകാം. പ്രൊപ്പോസ് AMC ബിസിനസ്. ഇപ്പോൾ പുതിയ വെഞ്ചറായ ജിയോ ബ്ലാക്ക് റോക്ക് $150 മില്യൺ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് AMC തുടങ്ങാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ജിയോ പ്ലാൻ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് കുറയ്ക്കാനാണ്. അങ്ങനെയെങ്കിൽ ചെറിയ ഇൻവെസ്റ്റേഴ്സിന് കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി ടെക്നോളജി ക്യാപ്പബിലിറ്റീസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ജോയിന്റ് വെഞ്ചർ ബ്ലാക്ക് റോക്കിന്റെ അലഡിൻ എംപ്ലോയ് ചെയ്യും. അതായത് അസറ്റ്, ലയബിലിറ്റി ആൻഡ് ഡെറ്റ് ഡെറിവേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് നെറ്റ്വർക്ക് ആണിത്. ഇപ്പോൾ അലഡിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫുൾ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സിസ്റ്റം ആണ്. ഇപ്പോൾ ഫുൾ സ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്, ട്രേഡിംഗ്, ഓപ്പറേഷൻ, കംപ്ലയൻസ് അതുപോലെ അക്കൗണ്ടിംഗ് ടൂൾസ് വഴി അഡ്വാൻസ് റിസ്ക് അനാലിസിസ് നടത്തുന്ന ഒരു കോംപ്രഹെൻസീവ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സിസ്റ്റമാണ് അലഡിൻ. ഇപ്പോൾ ബ്ലാക്ക് റോക്ക് വിശ്വസിക്കുന്ന അലഡിൻ വഴി ഇൻവെസ്റ്റേഴ്സിന് ശരിയായിട്ടുള്ള ടൂൾസ് എടുത്തുകൊണ്ട് സ്മാർട്ട് ഇൻവെസ്റ്റ്മെന്റ് ചോയ്സ് നടത്താമെന്നാണ്. ഇപ്പോൾ ലൈസൻസ് പെട്ടെന്ന് കിട്ടിയാൽ ഇത് JFSന് വലിയൊരു അവസരമായിരിക്കും. അതായത് ഇത് അവരുടെ ഒരു മെയിൻ സ്ട്രെങ്ത് ആയിട്ട് മാറുമെന്നാണ് ഇതിന്റെ അർത്ഥം. പിന്നെ കമ്പനി അടുത്തായിട്ട് തന്നെ ലീസിംഗ് ബിസിനസ് അതുപോലെ സപ്ലൈ ചെയിൻ ഫൈനാൻസിംഗ് ലോഞ്ച് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പം തന്നെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടു അല്ലേ. അപ്പം നമുക്കിനി ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ടിലേക്ക് നമുക്ക് പോകാം. സോ നമുക്ക് കമ്പനിയുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അതുപോലെ തന്നെ ഫ്യൂച്ചർ ഔട്ട്ലുക്കും കൂടി നമുക്ക് നോക്കാം. അപ്പം അതിനു മുമ്പ് ഞാൻ കഴിഞ്ഞ ക്വാർട്ടറിലെ കമ്പനിയുടെ ഫൈനാൻഷ്യൽസും കാണിക്കാം. അതുപോലെ തന്നെ കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസും കാണിക്കുന്നതായിരിക്കും. നിങ്ങളിപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഡിസംബർ 2023 പ്രകാരം 47.12% പ്രൊമോട്ടേഴ്സാണ്, 19.83% FISും, 12.99% DISും, 0.14% ഗവൺമെന്റും, 19.92% പബ്ലിക്കുമാണ്. ഇനി നമുക്ക് കമ്പനിയുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് സ്ട്രെങ്ത് നോക്കാം. ഇവരുടെ മെയിൻ സ്ട്രെങ്ത്തിലൊന്ന് ഇവരുടെ കസ്റ്റമേഴ്സ് ആണ്. അപ്പം നമുക്ക് അറിയാവുന്ന പോലെ ഇന്ത്യയുടെ ഫൈനാൻഷ്യൽ സെക്ടർ ഒരു വിപ്ലവത്തിന്റെ വക്കിലാണ്. അപ്പം നിലവിൽ ഇന്ത്യൻ പോപ്പുലേഷൻ ചെറിയൊരു ഭാഗം മാത്രമേ സെർവ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വളർച്ചയ്ക്കുള്ള സാധ്യതയുണ്ട്. ഇപ്പം ജിയോ ഫൈനാൻഷ്യൽ സർവീസസ് ലെൻഡിങ്, ഇൻഷുറൻസ്, AMC അതുപോലെ പേയ്മെന്റ്സിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സിന്റെ പല ഫൈനാൻഷ്യൽ നീഡ്സ് മീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ കസ്റ്റമേഴ്സിന്റെ ആവശ്യങ്ങൾ സാധിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അവരുടെ റവന്യൂ സ്ട്രീം ഡൈവേഴ്സിഫൈ ചെയ്യും കൂടി ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ ബെസ്റ്റ് പാർട്ട് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമോ? നമുക്കറിയാം റിലയൻസ് ജിയോ അതുപോലെ റിലയൻസ് റീറ്റെയിൽ വലിയൊരു കസ്റ്റമർ ബേസ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ നമ്പേഴ്സ് വെച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ 2023 ഫൈനാൻഷ്യൽ ഇയർ പ്രകാരം കമ്പനിക്ക് 480 മില്യണിലധികം ടെലികോം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, 18,000 സ്റ്റോറുകളുണ്ട്,
3 മില്യൺ മെർച്ചന്റ് പാർട്ട്ണർഷിപ്പ്, ഗ്രോസറി, കൺസ്യൂമർ ഇലക്ട്രോണിക്സ്, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ, അതുപോലെ ഫാമയിലായിട്ട് ഏകദേശം 250 മില്യൺ റീറ്റെയിൽ കസ്റ്റമേഴ്സ്. അപ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ജിയോ ടെലികോം അതുപോലെ തന്നെ റിലയൻസ് റീറ്റെയിൽ ഔട്ട്ലെറ്റിലുള്ള ഇത്രയും അധികം കസ്റ്റമേഴ്സ് ജിയോ ഫൈനാൻഷ്യൽ സർവീസിന്റെ കസ്റ്റമേഴ്സ് ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അത് കൊള്ളാമല്ലേ? ഇനി അടുത്ത മെയിൻ സ്ട്രെങ്ത് കമ്പനിയുടെ ഹെൽത്തി ലിക്വിഡിറ്റി ആണ്. അപ്പോൾ ഒരു ഫൈനാൻഷ്യൽ സർവീസ് കമ്പനി തുടങ്ങുമെന്ന് പറഞ്ഞാൽ ഒരുപാട് ക്യാപിറ്റൽ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ റിലയൻസ് JFSന് നല്ലൊരു ക്യാപിറ്റൽ ഫണ്ടിങ് നൽകിയതുകൊണ്ട് തന്നെ അവർക്കൊരു വിശ്വസനീയമായിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ സർവീസ് ഫേം തുടങ്ങാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു JFSന് 1.2 ലക്ഷം കോടിയുടെ നെറ്റ് വർത്ത് ആണുള്ളത്. സോ ഈ ഒരു ഫണ്ട് വെച്ചിട്ട് അവർക്ക് ഗ്രോത്ത് സ്ട്രാറ്റജി നടത്താം, റെഗുലേറ്ററി റിക്വയർമെന്റ്സ് ഒക്കെ നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ റിലയൻസ് നല്ല റെപ്യൂട്ടേഷനും സ്ട്രോങ് ബിസിനസ്സും ഉള്ളതുകൊണ്ട് JFSന് AAA റേറ്റിംഗ് കിട്ടാൻ എളുപ്പമാവും. അപ്പോൾ അതുവഴി അവർക്ക് ചെറിയ കോസ്റ്റിൽ ഫണ്ട് റേസ് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോ കോസ്റ്റിൽ അവർക്ക് ഫണ്ട് റേസ് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റിൽ ഒരു ബെറ്റർ പൊസിഷനിൽ അവർക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ അവർക്ക് ലെൻഡിങ് ബിസിനസ്സിൽ മാർജിൻ കൂടിയും കൂട്ടുകയും ചെയ്യാം. ഇനി നമുക്ക് വീക്ക്നെസ് നമുക്ക് നോക്കാം. ഇപ്പോൾ സ്ട്രിക്ട് റെഗുലേഷൻ ആണ് കമ്പനി ഫേസ് ചെയ്യുന്ന ചലഞ്ചുകളിലൊന്ന്. ഇപ്പം പേടിഎമ്മിന് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? RBIയുടെ സ്ക്രൂട്ടിനിയുടെ കീഴിലാണ് ഉള്ളത്. അപ്പോൾ പേടിഎം പോലെ തന്നെ JFSനും ഇതുപോലുള്ള റെഗുലേഷന്റെ കീഴിലാണ് ഉള്ളത്. ഇതുകൂടാതെ RBIയുടെ ടോപ്പ് ടയർ NBFCൽ വരുന്നതാണ് JFS. അപ്പോൾ ഇതിൽ 15 എൻറ്റിറ്റീസ് ആണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ക്രൂട്ടിനി കൂടുതലായിരിക്കും. ഈ ഒരു സമയത്ത് RBI വലിയ NBFCകളെ ഫുൾ സ്കെയിൽ ബാങ്ക് ആക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാകുമ്പോൾ ബാങ്കിന് വരുന്ന സ്ട്രിക്ട് റെഗുലേഷൻസ് ഒക്കെ JFSന് വരും, പ്രത്യേകിച്ച് ലിക്വിഡിറ്റി റിക്വയർമെന്റ് ടേംസ്. അപ്പൊ ഇതുകൂടാതെ BFI സെക്ടറിൽ കോർപ്പറേറ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പാടുപെടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കണം JFS എങ്ങനെയാണ് ഈ ഒരു വെല്ലുവിളികളൊക്കെ തരണം ചെയ്യുമെന്നുള്ളതും അതുപോലെ തന്നെ BFSI മേഖലയിൽ അവർ പാത തെളിക്കുന്നു എന്നുള്ളതും നമ്മൾ കണ്ടു നോക്കണം. അടുത്ത കമ്പനി ഫേസ് ചെയ്യുന്ന ചലഞ്ച് വാശിയേറിയ കോമ്പറ്റീഷൻ ആണ്. അപ്പൊ ഇത് JFSന്റെ വലിയൊരു വെല്ലുവിളി തന്നെയാണ്. കാരണം ഒരുപാട് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ട്. ലൈക്ക് ഇപ്പോൾ ബജാജ് ഫൈനാൻസ്, HDFC ബാങ്ക്, ICICI ബാങ്ക്, അതുപോലെ LIC ഒക്കെ. അപ്പൊ ഇങ്ങനെ ഒരു മാർക്കറ്റിലേക്കാണ് അവർ കയറാൻ വേണ്ടി നോക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പ്ലേയേഴ്സിനൊക്കെ വലിയൊരു കസ്റ്റമർ ബേസ്, ബ്രാൻഡ് ലോയാലിറ്റി, അതുപോലെ ഒരുപാട് റേഞ്ച് ഫൈനാൻഷ്യൽ പ്രോഡക്ട്സ് ഒക്കെയാണ് ഉള്ളത്. അപ്പൊ ഇതുകൂടാതെ അവർക്ക് കോമ്പറ്റേറ്റേഴ്സ് ആയിട്ട് സ്റ്റാർട്ടപ്പുകൾ ഉണ്ട്. ലൈക്ക് ഇപ്പോൾ ഗ്രോ, സിറോദ, ഫോൺ പേ, അതുപോലെ പോളിസി ബസാർ ഒക്കെ. സോ JFS കുറച്ചും കൂടി ഇന്നോവേഷൻ നടത്തി പെട്ടെന്ന് തന്നെ അഡാപ്റ്റ് ചെയ്തുകൊണ്ട് മത്സരിക്കണം. ഇതിന്റെ ഒപ്പം ബജാജ് ഫിൻസർവ്, ഗ്രോ, സിറോദ ബ്രോക്കൊക്കെ മ്യൂച്വൽ ഫണ്ട് സ്പേസിലേക്ക് കയറുന്നുണ്ട്. അതുപോലെ തന്നെ ചിലതൊക്കെ പാസീവ് ഫണ്ട്സും ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് JFSും ചെയ്യണമെന്നുണ്ട്. സോ ഈ ഒരു കോമ്പറ്റീഷനിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ അവരുടെ സ്ട്രെങ്ത് അവർ ലിവറേജ് ചെയ്യണം. യൂണീക്ക് ആയിട്ടുള്ള ഓഫറുകൾ അവർ കൊണ്ടുവരണം. അതുപോലെ തന്നെ കസ്റ്റമർ എക്സ്പീരിയൻസിനൊക്കെ അവർ ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കണം. ഇനി നമുക്ക് ലിസ്റ്റഡ് കോമ്പറ്റേറ്റേഴ്സ് ആയിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ബജാജ് ഫൈനാൻസ് ലിമിറ്റഡ് അതുപോലെ ശ്രീറാം ഫൈനാൻസ് ലിമിറ്റഡ് ആയിട്ട് നമുക്ക് നോക്കാം. കോമ്പറ്റേറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ജിയോ ഫൈനാൻഷ്യൽ സർവീസിന്റെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ കുറവാണ്. അപ്പോൾ ഇവരുടെ സ്ട്രോങ് ഫൈനാൻഷ്യൽ പൊസിഷൻ ആണ് കാണിക്കുന്നത്. ഇനി കോമ്പറ്റേറ്റേഴ്സിനെക്കാളും കമ്പനിയുടെ PB റേഷ്യോ കുറവാണ്. അപ്പോൾ ഇത് കാണിക്കുന്നത് അവരുടെ ഫണ്ട് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടെന്നാണ്. പക്ഷെ നമ്മളിവിടെ എന്തുകൊണ്ടാണ് Pക്ക് പകരം PB നമ്മൾ പറഞ്ഞത്? കാരണം ലെൻഡിങ് ബിസിനസ് ഉള്ള ഫൈനാൻഷ്യൽ കമ്പനികൾക്ക് സോൾവെന്റ് ആയിട്ട് നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ അവരുടെ നെറ്റ്വർക്ക് നോക്കണം പ്രോഫിറ്റിനേക്കാളും. കൂടാതെ JFSന് കോമ്പറ്റേറ്റേഴ്സിനേക്കാളും ഹയർ ക്യാപിറ്റൽ ആഡ്ക്വൻസി റേഷ്യോ ആണുള്ളത്. സോ ഇതെന്താണ് കാണിക്കുന്നത്? ഹൈ ക്യാപിറ്റൽ ആഡ്ക്വൻസി റേഷ്യോ കാണിക്കുന്ന അഡീഷണൽ ബിസിനസ് എടുക്കാനുള്ള JFSന്റെ എബിലിറ്റിയാണ്. അതുപോലെ തന്നെ അൺഎക്സ്പെക്ടഡ് ലോസ് അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും. എന്നാൽ JFSന്റെ റിട്ടേൺ ഓൺ അസറ്റ് കോമ്പറ്റേറ്റേഴ്സിനേക്കാളും കുറവാണ്. അതായത് നമ്മൾ കോമ്പറ്റേറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഒരു യൂണിറ്റ് അസറ്റിൽ ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റ് കുറവാണ്. അപ്പോൾ ഇതിന് പല ഫാക്ടേഴ്സ് ഉണ്ടാവും, ലൈക്ക് ലോവർ എഫിഷ്യൻസി ഇൻ യൂട്ടിലൈസിങ് അസറ്റ്സ് ഒക്കെ. നമ്മുടെ രാജ്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 450 മില്യൺ വർക്കിംഗ് പോപ്പുലേഷൻ ആണുള്ളത്. അതുപോലെ തന്നെ ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസിന്റെ ടേംസിൽ 12th ലാർജസ്റ്റ് ആണ്. അതുപോലെ ഡിജിറ്റൽ ഫൈനാൻഷ്യൽ സർവീസ് അഡോപ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണ് നമ്മുടെ രാജ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല ഓപ്പർച്യൂണിറ്റീസ് എന്തായാലും ഉണ്ട്. അപ്പോൾ JFSന് 1.2 ലക്ഷം കോടിയുടെ നെറ്റ് വർത്ത് ആണ് ഉള്ളത്. അപ്പോൾ അത് നല്ലൊരു തുടക്കമാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് എല്ലാ ബിസിനസ് സെഗ്മെന്റിലേക്കുള്ള റീച്ച് കൂട്ടിക്കൊണ്ട് അവർ കസ്റ്റമർ ബേസിൽ ലിവറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കും. പക്ഷേ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇന്ത്യൻ ഫൈനാൻഷ്യൽ ഇൻഡസ്ട്രീനെ ചെറുക്കാൻ JFSന് കഴിയുമോ? കമന്റ്സിൽ നിങ്ങൾ അത് പറയാം. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷൻ പർപ്പസിനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതൊരു ബയോ സെൽ റെക്കമെൻഡേഷൻ അല്ല. സോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി.
Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.